അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വരുന്നു ഒരു വൃത്തികെട്ട സാധനം ഉപയോഗിക്കുന്ന മനുഷ്യരുടെ കഥ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അത് ലഹരി ഉപയോഗത്തിൻ്റെ കഥയാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ച് വിൽപ്പന തുടരുന്നുണ്ട്. കൊല്ലത്തു നിന്നൊരു വാർത്ത വരുന്നു. കൊല്ലത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ വേട്ട. ഒന്നും രണ്ടും അല്ല കേട്ടോ, 163 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. കൊല്ലം കൊട്ടുകാട് സ്വദേശി നൌഷാദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് ചിറയൻകീഴിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. AV ജയശങ്കറുണ്ട്. AV ജയശങ്കർ, വലിയ ചാക്കുകെട്ടുകളിൽ ഈ ഓണത്തിന് അരിയും പലവ്യഞ്ജനവും കൊണ്ടുപോകുന്നത് പോലെയാണല്ലോ ഈ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. ഇതാരാണ് കടത്തിയത്? പോലീസ് എങ്ങനെയാണ് പിടികൂടിയത്? ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ഒപ്പം തന്നെ ഈ ചവറ പോലീസും നടത്തിയൊരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഐസൊലേറ്റഡ് ചെയ്ത നാഷണൽ പെർമിറ്റ് ലോറിയിൽ നിന്ന് ഇത്രയും അധികം ചാക്ക് 163 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒന്നും രണ്ടും ചാക്കുമല്ല, ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 163 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് നാഷണൽ പെർമിറ്റ് ലോറിയിൽ തിരുവനന്തപുരം ചിറയൻകീഴിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ലോറി എങ്ങനെ ഡൽഹിയിൽ നിന്ന് ഒരു പരിശോധനയുമില്ലാതെ ഈ കൊല്ലം വരെ എത്തിയെന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. കാരണം ഇത്രയും പോലീസ് സംവിധാനം പരിശോധനയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ലോറി സുഖമായി ഇങ്ങനെ കൊല്ലത്തെത്തിയപ്പോഴാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോറി അങ്ങ് പൂട്ടിയത്. പോലീസിനെ കണ്ടതോടുകൂടി ഇയാൾ ലോറിയൊക്കെ കടന്നു കളയാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ തന്ത്രപരമായി കൊല്ലം സ്വദേശി നൌഷാദിനെ പോലീസ് പൂട്ടി. ഇയാൾ തന്നെയാണ് ഈ വണ്ടി ഓടിച്ചത്, ഇയാൾ തന്നെയാണ് ഈ വണ്ടിയുടെ ഉടമയും. എന്തായാലും ഇയാളുടെ ഈ സാധനമൊക്കെ തൊണ്ടിയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു, ആർക്ക് വിൽക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിൽ പോലീസ് എന്തായാലും പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരത്തേക്ക് ചിറയൻകീഴിലേക്ക് കൊണ്ടുവന്ന 63 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് കടത്തിയത്. ഈ ഓണം ഒക്കെ ലക്ഷ്യമിട്ട് നാട്ടിലിറക്കി ലഹരി കച്ചവടത്തിന് കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളാണ് എന്തായാലും കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീം ഒപ്പം തന്നെ ചവറ പോലീസും സംയുക്തമായി അങ്ങ് പിടികൂടിയിരിക്കുന്നത്. ലക്ഷങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകും. കാരണം ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഇങ്ങനെ സുഖമായി ഇത്രയും ലഹരി വസ്തുക്കൾ എങ്ങനെ കടത്തിയെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇത് വിൽക്കാൻ കൊണ്ടുപോയ സ്ഥലത്തേക്കും ഒക്കെ സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യും. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒന്ന് ആലോചിക്കുക, ജയശങ്കറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ദില്ലിയിൽ നിന്ന് ചിറയൻകീഴിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് 163 ചാക്ക് നിറയെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കിട്ടിയത്. ഇതെല്ലാം ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എത്ര നിരോധിച്ചു എന്ന് പറയുമ്പോഴും ആ ഘട്ടത്തിൽ ഇത് നിർബാധം വന്നുകൊണ്ടേയിരിക്കുക. ഒഴിയും തോറും നിറയുന്ന അക്ഷയഖനി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടുത്തെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ അവസ്ഥ. കൂടുതൽ ജാഗ്രത വേണം. കൂടുതൽ ഉഷാറായി തന്നെ ഈ ഉത്സവവേളയിൽ നമ്മൾ കാത്തിരിക്കണം.